നമുക്ക് സിമ്പിളായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കപ്പ് റവ നന്നായിട്ട് വറുത്തെടുക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വറ്റൽമുളകും കൂടി മുറിച്ച് വെച്ചത് ഇടുക. പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിക്കണം. അപ്പോൾ ഞാൻ ഒട്ടും കട്ടകളില്ലാത്ത ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇരട്ടി എടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാത്ത ഉപ്പുമാവ് കിട്ടും. നല്ല കുഴഞ്ഞ സോഫ്റ്റായ ഉപ്പുമാവ് കിട്ടും. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ റവ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചിടാം, എന്നിട്ട് മിക്സ് ചെയ്യുക, പിന്നെയും കുറച്ചിടാം. അങ്ങനെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ റവ ശരിക്കും മിക്സായി വരുമ്പോഴാണ് നമുക്ക് കട്ടകളില്ലാതെ കിട്ടും. ഇനി അത് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്, ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നതിന്. അതിലേക്ക് കുറച്ച് നെയ്യും 2 നുള്ളു പഞ്ചസാരയും കൂടി മുകളിൽ വിതറി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ലോണം മിക്സ് ആയിട്ട് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിനത് കിട്ടും. കണ്ടില്ലേ, നല്ല ചൂട് ഉപ്പുമാവ് ഈ മഴയത്ത് കഴിക്കാൻ നല്ല രസമായിട്ട് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു കട്ടൻ ചായയും ഈ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.